real beauty in your heart. Boche Golden Diamonds. Buy now, pay later. പാട്ടക്കരിമ്പ് പുഞ്ചയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി വ്യാപകമായി കൃഷിനാശം വരുത്തി. 3 ദിവസമായി സ്ഥിരമായി കാട്ടാന പ്രദേശത്തിറങ്ങുന്നുണ്ട്. വിളവെടുപ്പിന് പാകമായ വാഴകളും 2 വർഷം പ്രായമായ കമുകുകളുമാണ് കാട്ടാന നശിപ്പിച്ചത്. പുന്നക്കാട് സ്വദേശി നൌഷാദ് തൈലിന്റെ കൃഷിയിടമാണ് കഴിഞ്ഞ ദിവസം കാട്ടാന ഇറങ്ങി നാശനഷ്ടം വിതച്ചത്. ഒരു കർഷകന്റെ മാത്രം പ്രശ്നമല്ലെന്നും പ്രദേശത്തെ മുഴുവൻ കർഷകർ നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയാണ് ഇതെന്നും കർഷകർ പറയുന്നു. വന്യമൃഗശല്യം കാരണം നേരത്തെ ഉണ്ടായിരുന്ന റബ്ബർ വെട്ടിമാറ്റി പുതുതായി ആരംഭിച്ച കമുക് വാഴ കൃഷികളാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. 200-ലധികം പുതിയ തൈകളാണ് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മുൻപ് കുരങ്ങ് ശല്യം കാരണം തെങ്ങ് കൃഷിയും കർഷകർക്ക് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഏകദേശം 50,000 രൂപയ്ക്ക് മുകളിലാണ് ഒരിടത്ത് മാത്രം നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. നിലവിൽ സ്ഥാപിച്ചിട്ടുള്ള ചെറിയ ഫെൻസിംഗ് സംവിധാനങ്ങൾ ആനകളെ തടയാൻ ഒട്ടും പര്യാപ്തമല്ലെന്നും ആരോപണമുണ്ട്. വനം വകുപ്പ് അധികൃതർ രാത്രികാലങ്ങളിലെ പട്രോളിംഗ് അടക്കമുള്ള കൃത്യമായ ഇടപെടലുകൾ നടത്തുന്നുണ്ടെങ്കിൽ ടോർച്ചും പടക്കവും മാത്രമുള്ള അവരുടെ പ്രതിരോധം കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകൾക്ക് മുന്നിൽ ഫലപ്രദമാകുന്നില്ലെന്നും നാട്ടുകാർ പറഞ്ഞു. വനാതിർത്തിയോട് ചേർന്നുള്ള തോട് വീതി കൂട്ടി ആഴത്തിലുള്ള കിടങ്ങായി മാറ്റുകയാണെങ്കിൽ വന്യമൃഗങ്ങൾ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്നത് തടയാനാകുമെന്ന് ഫെൻസിംഗിനേക്കാൾ ഫലപ്രദം ഇതാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകാൻ പ്രദേശത്ത് കൂടുതൽ വനം വകുപ്പ് വാച്ചർമാരെ നിയോഗിക്കുകയും അവർക്ക് മൃഗങ്ങളെ തുരത്താൻ ആവശ്യമായ ആധുനിക സജ്ജീകരണങ്ങൾ നൽകുകയും വേണമെന്ന് കർഷകർ പറയുന്നു. ഇപ്പോൾ ഇന്നലെയും 2-3 ദിവസങ്ങളായിട്ട് വന്യമൃഗശല്യം വളരെ രൂക്ഷമായ രീതിയിലാണ് നമ്മളെ കൃഷിസ്ഥലത്തിൽ വന്ന് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനു മുമ്പ് നമ്മളിവിടെ ഉണ്ടായിരുന്ന റബ്ബർ കൃഷിയായിരുന്നു. റബ്ബറും ഇതുപോലെ തന്നെ പ്രകൃതിക്ഷോഭവും ഈ ആനൻ്റെ ശല്യവും എല്ലാം കാരണം അത് നമുക്ക് ഒരു റബ്ബറിന് ഇത്ര കാലാവധി ഉണ്ട്. ആ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ആ പ്ലാന്റ് പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിട്ടാണ് പുതിയ കൃഷി രീതിയിലേക്ക് കടന്നത്. പക്ഷേ അതും ഇതുപോലെ തന്നെ വളരെ എന്നാ പറയുക, മൃഗീയമായ രീതിയിൽ മൃഗങ്ങളെ ശല്യം കൊണ്ട് തന്നെയാണ്. പക്ഷെ എന്നാൽ ഇതിന് എങ്ങനെ വിളിക്കണം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അത്രത്തോളം രീതിയിൽ ആനകൾ കൂട്ടത്തോടെ വന്നിട്ട് നാശനഷ്ടങ്ങൾ വരുത്തി. കൃഷിയും അതുപോലെ തന്നെ വാഴയും കവുങ്ങും മറ്റ് തെങ്ങൊക്കെ നേരത്തെ ഇതിന് കുരങ്ങിൻ്റെ ശല്യം കാരണം തെങ്ങൊക്കെ നേരത്തെ നമ്മൾ ഒഴിവാക്കി. നിങ്ങൾക്ക് കാണാം, തെങ്ങിൻ്റെ കുറ്റികളൊക്കെ അവിടെ കാണാം. അതൊക്കെ മുറിച്ച് മാറ്റിയത് കുരങ്ങിൻ്റെ ശല്യം കാരണമാണ്. ഇപ്പോൾ നമ്മൾ പുതിയ പ്ലാന്റ് തുടങ്ങിയ കവുങ്ങ് ആണ്. ഇതിന് ഒരു ശാശ്വതമായ പരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വന്യ സംരക്ഷണത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ, ഇത് എൻ്റെ ഒരു മാത്രം പ്രശ്നമല്ല, എൻ്റെ ജ്യേഷ്ഠൻ്റെ ആണിത്, മാത്രം പ്രശ്നമല്ല, ഇവിടെയുള്ള പരിസരത്തുള്ള മറ്റ് കൃഷികളിലൊക്കെ ഇപ്പോൾ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വതമായ പരിഹാരം എന്നാണ്. ഫെൻസിങ് ഒക്കെ ഉണ്ട് എങ്കിലും ആ ഫെൻസിങ്ങിലൂടെ മൃഗങ്ങൾ ആന വന്നിട്ട് ഒരു കമ്പെന്തെങ്കിലും ഒടിച്ചിട്ട് ആ ഫെൻസിങ് തള്ളിയിടുക, അതൊന്നും ശാശ്വതമായ ഒരു പരിഹാരം തോന്നിയിട്ടില്ല. അത് ചെയ്ത നേരത്തും ആ ഫെൻസിങ്ങൊക്കെ ചെറിയൊരു കമ്പിലാണ് ആ ഫെൻസിങ്ങൊക്കെ വന്നിട്ടുള്ളത്. അത് അങ്ങനെയൊന്നും വെച്ചിട്ട് കാര്യമില്ല എന്നാണ് നമുക്ക് ബോധ്യമാകുന്നത്. ഇനിയിപ്പോൾ വേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ ഒരു തോടുണ്ട്, നമ്മൾ ഈ ഫോറസ്റ്റിൻ്റെ അതിർത്തിയോട് ചേർന്ന്, നമ്മൾ ആ ഇതിനോട് അതിർത്തിയോട് ചേർന്നിട്ട് ഒരു തോടുണ്ട്. ആ തോട് പൂർണ്ണമായിട്ടും കെട്ടിയിട്ട് അതൊന്നും കൂടി കിടങ്ങിയ രൂപത്തിൽ മാറ്റിയിട്ട് അത് നമ്മുടെ ഈ കൃഷീൻ്റെ ഈ സൈഡിലൂടെ എങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ആനക്കത് മുറിച്ച് കിടക്കാൻ ചിലപ്പോൾ ഒരുപക്ഷെ പ്രയാസം ഉണ്ടാവാം. അതും ഫെൻസും കൂടി രണ്ടും കൂടി, അതുപോലെ തന്നെ വാച്ചർമാരെ നിയമിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ആവശ്യം. അതുപോലെ തന്നെ പൂർണ്ണമായ നഷ്ടപരിഹാരം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുക, ഇതൊക്കെയാണ് നമ്മൾ ആവശ്യമല്ല. അത് ഇനിയിപ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് കൂടുതൽ കാര്യമൊന്നുമില്ല. ഇതാണ്, നിങ്ങൾക്ക് കാണാം, നല്ല രീതിയിലുള്ള കൃഷിനാശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനി അധികൃതരുടെ ഭാഗത്തു നിന്നും ഇന്നലെ രാത്രിയൊക്കെ അവരുടെ കാവലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർ ഇന്നലെ രാത്രി 1 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ഫോറസ്റ്റുമാർ പൂർണ്ണമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടല്ലോ. അപ്പോൾ ആ പരിധിയെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. നമുക്ക് മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നുള്ളൂ. അവർ ടോർച്ച് എടുത്ത് അടിക്കുക, അല്ലെങ്കിൽ അതിനെ ഒരു ടോർച്ച് എടുത്ത് അടിച്ച് അങ്ങനെ അവരെ ആടിയിട്ടൊന്നും കാര്യമില്ല. നല്ല വെടി വെക്കാനുള്ള, അല്ലാതെ മയക്കുവെടി പോലുള്ള സാധനങ്ങൾ വെക്കാനുള്ള വെപ്പൺസ് അവർക്ക് നൽകുകയാണെന്നുണ്ടെങ്കിലും അതൊക്കെ കൂടുതൽ ഉപകാരം ചെയ്യും. അല്ലാതെ മറ്റു മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ഫെൻസിങ് വെക്കുക, അതുപോലെ തന്നെ കിടങ്ങ് ഒന്ന് വലുതാക്കിയിട്ട് അത് നല്ല രീതിയിലാക്കുക, ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ ഇതിനെപ്പറ്റി ഇനി കൂടുതൽ നമ്മൾ ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. ഇനി പുതിയ കൃഷി തുടങ്ങേണ്ട അവസ്ഥയിലേക്കാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ഒരു പുതിയ കൃഷി തുടങ്ങേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മളെ ഈ കൃഷി ഇപ്പം നിലവിലുള്ള കവുങ്ങും വാഴയെല്ലാം കൂടി ഉള്ളത്. ഒരു പലതും ഒന്നല്ല, 10 അല്ല, 20 അല്ല, ഒരു 200 മുകളിൽ ഇപ്പോൾ ഇവിടെ നശിപ്പിച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ ശ്രമകരമായ ജോലിയാണ്. അതിന് ചെയ്താൽ തന്നെ നമുക്ക് പ്രതിരോധ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഇല്ലാതെ നമ്മളിങ്ങനെ എടുത്തിട്ട് പുതിയ കൃഷി തുടങ്ങിയിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
അത് എൻ്റെ മാത്രം പ്രശ്നമല്ല, ഈ ഭാഗത്തുള്ള മുഴുവൻ ആൾക്കാരുടെയും പ്രശ്നങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് നല്ല രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. അർഹമായ നഷ്ടപരിഹാരം നൽകണം. ശാശ്വതമായ കൃഷി രീതിയിലേക്ക് കൊണ്ടുവരുന്നതിന് പ്രകൃതിയുടെ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ പ്രകൃതിയുടെ ഭാഗത്ത് നിന്ന് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതല്ല പറഞ്ഞത്, മൃഗങ്ങളെ ഭാഗത്തു നിന്നുള്ള ശല്യങ്ങൾ നമുക്ക് ഇല്ലാതിരിക്കാൻ വേണ്ട കരുതലുകൾ ഉണ്ടാവണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. ഏകദേശം നഷ്ടമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര കണക്ക് എനിക്കറിയില്ല. എന്നാലും ഒരു 50 രൂപയുടെ മുകളിലുള്ള നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.